അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് തിരിതെളിയുമ്പോൾ തുടർച്ചയായി 27 വർഷം IFFKയുടെ ഭാഗമാകുന്ന ഒരാളുണ്ട് കോഴിക്കോട്. ചലച്ചിത്രമേളയ്ക്കൊപ്പം തന്റെ ജീവിതവും മുന്നോട്ട് കൊണ്ടുപോവുകയാണ് നെടുവണ്ണൂർ സ്വദേശിയായ വാസു. ഇത്തവണയും IFFKയ്ക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അദ്ദേഹം. വർഷങ്ങൾക്ക് മുൻപ് ഒരു കൗതുകത്തിന് തുടങ്ങിയ IFFK യാത്ര ഇന്നും തുടരുകയാണ് ചുമട്ടുതൊഴിലാളിയായ വാസു. ഞാൻ ചെറുപ്പകാലത്ത് സിനിമ കാണാൻ വീട്ടിൽ നിന്ന് അച്ഛൻ സിനിമ അടുത്തടുത്ത് തിയേറ്റർ ഉള്ളതുകൊണ്ട് നിരന്തരം എല്ലാ ആഴ്ചയും അച്ഛൻ സിനിമയ്ക്ക് കൊണ്ടുപോകായിരുന്നു. അതൊരു ഫാഷനായി മാറി. അങ്ങനെ സിനിമ നടുവണ്ണൂർ ടൗണിൽ ഉപാസന ഫിലിം സൊസൈറ്റി എന്ന ഒരു സൊസൈറ്റി രൂപീകരിക്കുകയും അവിടെ സിനിമ തമ്പ് എന്ന സിനിമ ആദ്യമായിട്ട് പ്രദർശിപ്പിക്കാൻ കൊണ്ടുവന്നു. അങ്ങനെ നല്ലൊരു സിനിമ അവിടുന്ന് കണ്ട് തമ്പ്. 1994 കോഴിക്കോട് നടന്ന ആദ്യ രാജ്യാന്തര മേളയിൽ പങ്കെടുത്തതോടെയാണ് IFFK എന്ന ലോകം വാസുവിന് മുന്നിൽ തുറന്നത്. കോഴിക്കോടായിരുന്നു ആദ്യ IFFK നടന്നത്. അപ്പോൾ അത് അന്ന് ഡെലിഗേറ്റ് പാസ് ഒന്നും കിട്ടാത്തൊരവസരമായി. ഡെലിഗേറ്റ് പാസ് ഒന്നും വേണ്ട, ആരോടെങ്കിലും ഈ സംഘാടകര സമിതിയിൽ ആരോടെങ്കിലും ഒരു കടലാസിൽ എഴുതി തന്നാൽ നമുക്ക് സിനിമ കാണാൻ കഴിയുമായിരുന്നു. വർഷങ്ങളായി മേളയ്ക്കൊപ്പമാണ് തന്റെ ജീവിതം. തന്നിലെ മനുഷ്യനെയും ചലച്ചിത്ര ആസ്വാദകനെയും കണ്ടെത്തിയത് ചലച്ചിത്ര മേളകളാണെന്നും ഇദ്ദേഹം പറയുന്നു. ഞാൻ IFFKയിൽ പങ്കെടുക്കുന്നത് കൊണ്ട് എനിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. എൻ്റെ വ്യക്തി ജീവിതത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പല സുഹൃത്തുക്കളും ഞാൻ എൻ്റെ ജീവിതത്തിൽ അറിയപ്പെടാത്ത ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് ഈ IFFKയിലൂടെ ലഭിച്ചിട്ടുണ്ട്. എവിടെ പോയാലും സുഹൃത്തുക്കൾ മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ സംവിധായകർ, അല്ലെങ്കിൽ സംവിധായകർ, അല്ലെങ്കിൽ പ്രൊഡ്യൂസർമാർ, കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർ, ആക്ടേഴ്സ്, ഇവരൊക്കെ നല്ല ബന്ധം ഇപ്പോഴും. സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വാസു വാചാലനാകാറുണ്ട്. ഇഷ്ടപ്പെട്ട സിനിമകൾ, സംവിധായകർ, സിനിമയിലെ മാറ്റങ്ങൾ എന്നിങ്ങനെ അവ നീളും. ഞാൻ അധികവും കാണാറ്, അധികം നല്ല അങ്ങനെ മിക്കവാറും സിനിമകൾ ലാറ്റിൻ അമേരിക്കൻ സിനിമകൾ, ഇറാനിയൻ സിനിമകൾ, ഇങ്ങനെയുള്ള സിനിമകളാണ് അധികം കാണാറ്. അപ്പോൾ എല്ലാ സിനിമയും കാണും. അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകൾ ഇത്തരം സിനിമകളാണ്. പഴയ സിനിമകളെ കാലഘട്ടത്തിൽ പല സിനിമകളിലും അന്ന് പുതിയ ടെക്നോളജികളൊന്നും ഇല്ലായിരുന്നു. അതേ അവസരത്തിൽ ഇപ്പം പുതിയ ടെക്നോളജികളൊക്കെ വളർന്നുകൊണ്ട് സിനിമകളുടെ ഭാവവും രൂപവും മാറി. സിനിമകൾ 4D 5D 4D കാണാൻ അവസരമുണ്ട്. പഴയ കാലത്തൊക്കെ സിനിമകൾ എന്ന് പറഞ്ഞാൽ രാജാക്കന്മാരുടെ സിനിമകൾ, രാജാവ് രാജ്ഞി, അല്ലെങ്കിൽ ഏതെങ്കിലും നാട്ടുപ്രമാണിമാരെ കഥ, ഒക്കെ അങ്ങനത്തെ കഥകളായിരുന്നു. പക്ഷേ ഈ കാലഘട്ടത്തിൽ അതൊന്നുമല്ല. ഈ കാലഘട്ടത്തിൽ ഓരോ മനുഷ്യനും അതിൻ്റെതായ ചുറ്റുപാട് ഇപ്പോൾ അനുഭവിക്കുന്ന ദുരിതങ്ങളും കഷ്ടപ്പാടുകളെ പറ്റിയും സിനിമകൾ എടുക്കാൻ തുടങ്ങിയ ആളുകൾ. ഈ പ്രാവശ്യം മേളയിൽ 4 സിനിമകൾ മാത്രമേ ഒരു ദിവസം കാണാൻ സാധിക്കൂ എന്ന പരിഭവവും വാസു പങ്കുവെക്കുന്നു. കഴിഞ്ഞ IFFKയിൽ 4 സിനിമകളാണ് നമുക്ക് കാണാൻ, ഒരു ദിവസം 4 സിനിമകളാണ് ബുക്ക് ചെയ്യാൻ പറ്റൂ. ഈ പ്രാവശ്യം അത് തന്നെയായിരിക്കും എന്നാണ് തോന്നുന്നത്. സാധാരണ 7-8 സിനിമകളൊക്കെ കാണുന്ന ഒരാൾക്ക് കഴിഞ്ഞ വർഷം ഒരു 4 സിനിമകളാണ് ബുക്ക് ചെയ്യാൻ പറ്റിയത്. ഇത്തവണയും അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ പങ്കെടുക്കാനായി കോഴിക്കോട്ട് നിന്ന് വണ്ടി കയറുകയാണ് വാസു. ഇനി സിനിമാ പ്രേമികളുടെ ഉത്സവകാലമായ IFFK ആണ് നടക്കാൻ പോകുന്നത്. ഇനി തലയിൽ ചുമടുകളൊന്നുമില്ല, മറിച്ച് സിനിമ എന്ന മോഹവും സിനിമാ സ്വപ്നങ്ങളും ഒക്കെയായിട്ട് വാസുവേട്ടൻ തിരുവനന്തപുരത്തേക്ക് യാത്രയാകുകയാണ്. കോഴിക്കോട് നിന്നും ക്യാമറാമാൻ ഷാഫിയോടൊപ്പം ലിനറ്റ് വർഗീസ്, ന്യൂസ് മലയാളം.